മമ്മൂട്ടി ബെൽറ്റ്, മോഹൻലാൽ ബെൽറ്റ്, ഇങ്ങനെ ഒരു ബെൽറ്റുകളുണ്ട്. നമ്മൾ ഒരു ബെൽറ്റിനകത്തും ഇല്ല. നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് ബെൽറ്റിൽ പെടണമായിരുന്നു, എങ്കിലും എപ്പോഴും അങ്ങനെ പടം കിട്ടിയത്. ചില നടികളുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇതാണ്. ആമാ. അപ്പം ആരൊക്കെയാന്ന് ചോദിച്ചാൽ പുള്ളി ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അതിനൊന്നും കൊല്ലം തുളസി, അതിനകത്തൊന്നും കൊല്ലം തുളസിയാണ്. ഞാൻ അമ്പിള് പോത്തൊന്നുമില്ല. ആര് പറഞ്ഞ്? ഞാൻ പോകുന്ന വാരത്തിലെ പിന്നെ ഊട്ടിയിൽ കൊണ്ടുപോയി. അല്ല, ഈ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കുന്നില്ലേ? അത് അന്നും എവിടെ ഇല്ലാത്ത ഈ മുറി തട്ടുമ്പോൾ ഇവരിതിനെ തുറക്കുന്നത്. നിങ്ങളുടെ കൊല്ലം മുകേഷൊക്കെ ഒരുപാട് തട്ടാറുണ്ടെന്നാണ് പറയുന്നത്. നോ കമന്റ്സ്. ശബരിമല യുവതീ പ്രവേശന വിഷയം ആ സമയത്താണ് വലിച്ചു കയറണമെന്ന് കണ്ടു പറഞ്ഞില്ല. അത് വലിച്ചു കയറണമെന്ന് പറഞ്ഞ് ഞാൻ ഇരുമുടി വലിച്ചു കയറണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കൈരളിക്കാരാണല്ലോ അത് എടുത്ത് കൊടുത്തത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ പെണ്ണുങ്ങളുടെ കാര്യം വലിച്ചു കയറണമെന്നായി. യഥാർത്ഥത്തിൽ ദേശീയതയും ദേശസ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ മോദിയെ കണ്ടു. ഇപ്പോഴും അതേ തോന്നല്. കാര്യം അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളില്ല. നമസ്കാരം. തുളസീധരനാണ് തുളസി എന്നറിയപ്പെടുന്നത്. കൊല്ലംകാരനായ തുളസീധരൻ എങ്ങനെ കൊല്ലം തുളസിയായി, എങ്ങനെ സിനിമയിലേക്ക് വന്നു എന്ന് പരിശോധിക്കാം. അങ്ങ് ബേസിക്കലി എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ പ്രാക്കുളം കാഞ്ഞാവളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അച്ഛൻ സംസ്കൃതാധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു. അമ്മയോ? ഹൗസ് വൈഫായിരുന്നു. എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? ഞാനുൾപ്പെടെ 6 പേരാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്കിടെ 3 സഹോദരിമാരുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ജോലിയുള്ളവരാണോ? ജ്യേഷ്ഠന് ജോലിയുണ്ട്. ജ്യേഷ്ഠൻ പഞ്ചായത്തിലായിരുന്നു, റിട്ടയർഡായി. ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ബാക്കി താഴെയുള്ളവർക്ക് ആർക്കും ജോലിയില്ല. ഈ അങ്ങ് പഠനം എവിടെ പൂർത്തിയാക്കിയത്? എവിടെ പഠിച്ചത്? ഞാൻ സ്കൂൾ NSS സ്കൂള്, പിന്നെ ഫാത്തിമ കോളേജ്. അതിനുശേഷം എനിക്ക് സാമ്പത്തികമായ പരാധീനത കൊണ്ട് തുടർന്ന് പഠിക്കാൻ പറ്റില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സർവീസിലേക്ക് കയറി. എവിടെയായിരുന്നു ജോലി? നഗരസഭ മുനിസിപ്പൽ കോമൺ ഓക്കെ. സർവീസ് ക്ലാർക്കായിട്ട് ജോലി കയറി. എൻ്റെ മാക്സിമം പ്രൊമോഷൻ കിട്ടിയ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ശരി. ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അതായിരുന്നു ഔദ്യോഗിക ജീവിതം. ഇതിനിടയിൽ ആ സിനിമയിലേക്ക് വരുന്നത്. അതിന് മുമ്പ് അന്നും എഴുതുമൊക്കെ ഉണ്ടല്ലേ? ചെറിയ എഴുത്തുണ്ട്. പക്ഷേ ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് സജീവമായി തുടങ്ങിയത്. എൻ്റെ എഴുത്തുകളെല്ലാം കൂടി ബുക്കാക്കാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഉപദേശിച്ചത്. അങ്ങനെ ഞാനൊരു ബുക്കാക്കി. തമാശകളാണ്. ഈ പരുക്കൻ ഹൃദയമാണെന്നാണ് പലരും ധാരണ. പക്ഷേ എൻ്റെ ഉള്ളിലെല്ലാം തമാശയാണ്. അപ്പോൾ തുളസിയുടെ കവിതകൾ, തുളസിയുടെ ഫലിതങ്ങൾ, തുളസിയുടെ നർമ്മങ്ങൾ, തുളസിയുടെ തുളസിയുടെ കവിതകൾ, ഇങ്ങനെ ഒരുപാട് തുളസിയുടെ പേര്, ചെറുകഥാ സമാഹാരമുണ്ട്. അതിനെക്കുറിച്ച് ഇതൊക്കെ പിന്നീട് ചെയ്തതാണ്. അതൊക്കെ. സിനിമയിലേക്ക് വരാൻ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സിനിമയ്ക്ക് വരാൻ സാഹചര്യം ഉണ്ടായത്, ഞാൻ തിരുവനന്തപുരം നഗരസഭയിൽ ജോലി എടുക്കുന്നുണ്ട്. ശാസ്ത്ര ശശി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്ഷൻ മാനേജറുണ്ട്. ശാസ്ത്ര പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു നാടകം കാണാനിടയിൽ, എൻ്റെ 1000 കാതുമകലെ എന്ന് പറഞ്ഞിട്ടൊരു നാടകം. ആ നാടകം കണ്ടിട്ടാണ് അറിയുന്നത് ഞാനൊരു നടനാണ്. അപ്പോൾ പുള്ളി എന്നോടൊന്ന് വെച്ച് സിനിമയിൽ അഭിനയിക്കാമെന്ന് ചോദിച്ചു. അല്ല, അപ്പം നാടകം അഭിനയിച്ചിരുന്നു ആ സമയത്ത്? അതിനുമുമ്പ് നാടകം, പ്രൊഫഷണൽ നാടകം, നാടകം, ക്ലബ്ബ് നാടകം, റേഡിയോ നാടകം, ഇതിനെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പല പടവുകളായിരുന്നു. നാട്ടിലെ നാട്ടുനാടകത്തിൽ, സ്കൂൾ നാടകം, ക്ലബ്ബ് നാടകം, റേഡിയോ നാടകം, ദൂരദർശന നാടകം, ഇതെല്ലാം കഴിഞ്ഞാണ് പടിപടിയായിട്ടാണ് ഞാൻ സിനിമയിലെത്തിയത്. അങ്ങനെ സിനിമയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പടമുണ്ട്, യുവജനോത്സവം എന്ന് പറയുന്നത്. അതെ. ആ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ വേഷം ചെയ്തത്. ചെറിയ വേഷം 3-4 വേറൊരാൾ ചെയ്തിട്ട് പോയ ഒരു ക്യാരക്ടർ. അല്ല, നസീറിൻ്റെ കൂടെ മുഖ്യമന്ത്രി അഭിനയിച്ചു. അത് 79. അതൊരു അഭിനയിക്കാനായിട്ട് പോയതൊന്നും അല്ല. അത് ഷൂട്ടിങ് കാണാൻ ചെന്നപ്പം എന്നെ കണ്ട കള്ളലുക്കുള്ളതുകൊണ്ട് ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിട്ട് എന്നെ പിടിച്ചിരുത്തി. അപ്പോൾ ഏതെന്തോ ഡയലോഗേ ഉള്ളൂ, ഞാനത് കണ്ടിട്ടുമില്ല. അതങ്ങനെയാണ് തുടക്കം കുറിച്ചെന്ന് പറയാം. പിന്നെയാണ് യുവജനോത്സവം. അന്ന് നസീറിനെ കണ്ടോ? ഉണ്ടായിരുന്നു. വണ്ടി അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ഈ അഭിനയം എന്ന് പറയുന്നത് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അഭിനയം നോട്ട് എ ബെഡ് ഓഫ് റോസസ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനകത്ത് നിന്ന് ചില സംസാരമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്ത്. പിന്നെ നസീറിനെ നേരത്തെയാണ് കണ്ടിട്ടുണ്ട്. നസീർ ശങ്കരൻ നായർ എന്ന് പറഞ്ഞ സിനിമാ മാസികയുടെ ഉണ്ടായിരുന്നു, സിനിമാ മാസിക ഉണ്ടായിരുന്നു. അങ്ങേരുമായിട്ടൊരു ഇടി കൂടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട്. എറണാകുളത്തൊരു സ്റ്റാർ നൈറ്റ് നടത്തുകയാണ്. ഞാൻ കോർപ്പറേഷൻ, എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പാസ്സുണ്ട് കയറാൻ. അങ്ങ് മുമ്പിൽ പോയിരുന്നു. കുറച്ച് മുമ്പിൽ ഇരിക്കുന്ന സത്യം മാസ്റ്ററുണ്ട്, പ്രേം നസീറുണ്ട്, മധുസാറുണ്ട്. ഇവരെല്ലാവരും ഇടുന്നൊരു വേദിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇടി കാണുന്നു ഫ്രണ്ടിൽ.
പ്രേം നസീർ ശങ്കരനാരെ ഇടിച്ചു കൂട്ടുന്നതാണ്. പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് സിനിമാ മാസികയ്ക്കകത്ത് പ്രേം നസീറിനെ കുറിച്ച് കുറച്ച് ഗോസിപ്പുകൾ ആവർത്തിച്ച് എഴുതി. അന്നുപോലെ നസീർ ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കും. ഇവിടെ വെച്ച് കിട്ടി. അദ്ദേഹം അതിന് പരിപാടി നടത്തിയിരുന്നു? അല്ല, അത് വേറെ ടീം കണ്ടാണ്. അദ്ദേഹം കാണാൻ വന്ന ഞാനാണോ? അല്ല, അദ്ദേഹം അവരെയൊക്കെ സിനിമാക്കാരില്ലേ വിളിച്ചു, സംഘാടകരെ വിളിച്ച്. പക്ഷേ അവിടെ വെച്ച് ഈ ഇടിയാണ് കാണുന്നത്. അപ്പോഴാണ് നമ്മളീ കാണുന്നത് ടിഷ്യൂ ഇടിയെന്നല്ല, ശരിയായിട്ടുള്ള ഇടിയാണ്. ഏത് മിമിക്രിക്കാർ ആകപ്പാടെ കാണിക്കുക ടിഷ്യൂ എന്നൊക്കെ കാണിക്കുന്നത്, അത് നല്ല ഇടിയാൻ കണ്ട്. കാര്യം ഒരുപാട് അതാണ്. അപ്പോഴാണ് എൻ്റെ ചിത്രയോ ഇവർ ഇമ്മളി കാണത്തോളൊന്നുമല്ല, ഇവരൊക്കെ ഒറിജിനൽ ചൊട്ടമ്പികളാണെന്ന് തോന്നുന്നത്. പുള്ളി ഓടിയോ? അല്ല അവിടെ ആളുകൾ വിളിച്ചു വിട്ടത്, അത് വന്ന് പിടിച്ചു മാറ്റി. പക്ഷേ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി. പ്രേം നസീർ സാറിനെ കുറിച്ചൊരു ഇമേജ് ഉണ്ടല്ലോ, ഇങ്ങനൊന്നും അല്ലല്ലോ. അത്ര ഗതികെട്ട എന്ത് ചേരയും കടിക്കുമെന്ന് പറയുന്നത്, അങ്ങനെ ഒരു ചേരയായിരുന്നു അദ്ദേഹം അടിച്ചു. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് യുവജനോത്സവത്തിൽ വേറൊരു നടൻ്റെ പറ്റാത്തൻ്റെ ഒരു എന്നെ വിളിച്ചു, SI ആയിട്ടാണ്. എൻ്റെ കാക്കിയുടെ തുടക്കം അതായിരുന്നു. പിന്നെ ഒരുപാട് കാക്കി വേഷങ്ങൾ കിട്ടി. ഖദറിൻ്റെ തുടക്കം മുഖ്യമന്ത്രിയിലായിരുന്നു. അങ്ങനെ മന്ത്രിവേഷങ്ങളും MLA ഒരുപാട് ചെയ്തു. കാര്യം എൻ്റെ മുഖത്ത് ഈ ഫ്രോഡ് ലുക്കുള്ളതുകൊണ്ടൊക്കെ ഈ ഇതില്ലാത്ത മന്ത്രിമാരുണ്ട്, കൈക്കൂലിക്കാരനും അഴിമതിക്കാരനും ഉള്ള വൃത്തികെട്ട മന്ത്രിവേഷവും MLA വേഷവും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ വിളിക്കും, കൊല്ലത്തുളസി വിളിച്ചിട്ട് വരാൻ പറയും. എൻ്റെ മുഖത്തിന് ആ ഒരു ഗാംഭീര്യതയുണ്ടല്ലോ, ഫ്രോഡ് ലുക്ക്, കള്ള ലുക്ക് എന്നൊക്കെ പറയും. അതെനിക്ക് സത്യത്തിൽ രക്ഷപ്പെട്ട അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലൊരു നമ്മൾ ആ ഒരു 80-കളെ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 93 വരെ ഒറ്റ പോക്കാണ് അല്ലേ? ഒരുപാട്. ഞാൻ 18 പടങ്ങളിലൊക്കെ ഒരു വർഷം അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഒരു ദിവസം ഞാൻ 3 സിനിമയിൽ അഭിനയിച്ചു, ഓടി കിടന്ന് അഭിനയിച്ചു തിരുവനന്തപുരത്ത്. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഡൗൺ ആയി 93 പിന്നെ ഡൗൺ ആയി. പിന്നെ പ്രധാന കാര്യം ഞാൻ ഈ സർക്കാർ ജോലി ഇല്ലല്ലായിരുന്നു, അതിന് ലീവ് എടുത്തു പോകാൻ എനിക്ക് വിഷമം. കാര്യം എൻ്റെ ചോറതാണ്. അത് കാരണം ഞാൻ ദിവസം കൂടുതലുള്ളതെന്ന് ഞാൻ പോകത്തില്ല. ഒരു ദിവസമോ 2 ദിവസവും ഉള്ളതിനൊക്കെ പോകും. ഒരു സീൻ അഭിനയിച്ചായിരിക്കാൻ പോകും. കാര്യം നരേന്ദ്രപ്രസാദ് പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്, തുളസി താനീ പടങ്ങൾ ഇങ്ങനെ വിടരുത്, ഞാൻ പോയി ശരിയായിട്ടൊക്കെ ദിവസങ്ങൾ കൊടുത്ത് അഭിനയിക്കണം. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റുന്ന ജോലിയുണ്ട്. നരേന്ദ്രപ്രസാദ് വന്ന എൻ്റെ പകരക്കാരനാണ്, അങ്ങനെ ചേർത്തുണ്ട്. എൻ്റെ ഒരു പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് കയ്യും തലയും പുറത്തിട്ടതല്ല, പി സുകുമാരൻ്റെ ഒരു പടത്തിൽ അത് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്കത് വരാൻ പറ്റിയില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ പി സുകുമാർ. അതെ, അദ്ദേഹം ഇപ്പോൾ ഒരു ഇതാണ് സർക്കാരിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ്. ആ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്കതിന് സെക്രട്ടറി, ഇപ്പോഴത്തെ പോസ്റ്റ് കമ്മീഷണർ, കോർപ്പറേഷൻ കമ്മീഷണർ, മുനിസിപ്പൽ കമ്മീഷണർ ടെസ്റ്റ് എഴുതി പാസ്സായി. ഇൻ്റർവ്യൂവിന് എന്നെ വെച്ചിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വെച്ചിരിക്കുന്ന ദിവസം ഈ സിനിമ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളി വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തിരുവമാർ മാറ്റത്തില്ല. അല്ല, അത് അങ്ങനെ വരാൻ എൻ്റെ സെറ്റ് വന്നാൽ പിന്നെ പോകാൻ പറ്റത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു എനിക്കിത് പോയേ പറ്റത്തുള്ളൂ. ഞാൻ കാറിനകത്ത് പൊക്കോളാം, അല്ലാതെ പറ്റത്തില്ലെന്ന്. ശരി, ഓക്കെ. 1000 രൂപ അഡ്വാൻസ് തന്നു, തിരിച്ചാൻ കൊടുത്തു. ഗുഡ് ബൈ. പിന്നെ പെട്ടെന്ന് പിറ്റേന്ന് ഷൂട്ടിങ് തുടങ്ങുക. അപ്പോൾ പിന്നെ പറഞ്ഞു ഞാനെൻ്റെ കാവിടെ എന്ന് പറഞ്ഞ് പുള്ളി എടുത്തത്. അങ്ങനെ പുള്ളി അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. എല്ലാവരും പുള്ളിയുടെ സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്, കഥ പുള്ളിയുടെയാണ്. അങ്ങനെ എൻ്റെ ഒരു പുള്ളി സിനിമ നടനാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല, നല്ല വേഷമായിരുന്നു. അങ്ങനെ അയാളെടുത്ത് പിന്നെ അവിടെ പുള്ളിയുടെ ഒരു തുടക്കമായിരുന്നു. അതൊരു നിമിത്തമില്ല. എനിക്ക് അങ്ങനെയൊക്കെ ചില ഭാഗ്യങ്ങളുണ്ട്. പുള്ളി എപ്പോഴും എവിടെ പോയാലും പറഞ്ഞു ഞാൻ വരാൻ കാര്യം കൊല്ലം തുളസിയാണ് എന്നൊരു പുള്ളിയുടെ ശൈലി പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നോ? ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തായിരുന്നു. മദ്യപാനമാണോ പുള്ളിയുടെ ജീവിതം കളഞ്ഞ്? മദ്യപാനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെ, ഒന്നും ഉണ്ടാക്കാതെ ഉള്ള അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ പുള്ളി അധ്യാപകനായിരുന്നു, പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ്. നേരെ അദ്ദേഹത്തിൻ്റെ നാട്യഗ്രഹത്തിൻ്റെ ഒക്കെ ഓണറല്ലേ. ഓ, ഭയങ്കര ഹാപ്പി. അത് വലിയ പ്രായമില്ലാതെ തന്നെ മരിച്ചെന്ന് തോന്നുന്നു അല്ലേ? സർവീസിലിരിക്കുമ്പോൾ തന്നെ മരിച്ചെന്ന് തോന്നുന്നു. ആണ്. പക്ഷേ ഇങ്ങനെ ആ കാലത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ആ കാലത്ത് സുഹൃത്തുക്കൾ എന്ന് പറയാൻ എനിക്ക് സിനിമയിൽ വന്ന കാലത്ത് അങ്ങോട്ട് വരുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് സുഹൃത്തുക്കളായിട്ട് മുമ്പോട്ട് പോയ സിനിമയ്ക്ക് പ്രൊഫസർ അലിയാർ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. അങ്ങനെ ബന്ധം പുള്ളിയായിട്ടുണ്ട്. പിന്നെ അതുവഴി വന്ന് എല്ലാവരും നമ്മളുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ ആരുമായിട്ടും ഇല്ല. സിനിമയ്ക്ക് പോകും, അഭിനയിക്കുക, അന്നേരം കൂടെ, പിന്നെ അത് കഴിഞ്ഞാൽ പോയി, പിന്നെ വീട്ടിൽ വന്നാൽ അടുത്ത പടത്തിൽ വെച്ച് കണ്ട് അങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ആരും. എന്നെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. എന്നെ വളർത്തിക്കൊണ്ട് വരണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടുമില്ല. ഞാനിവിടം വരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ടാണ്. പക്ഷേ എന്നെ സഹായിച്ചിട്ടുണ്ട് മധു, ജോഷി, പിന്നെ CB മലയിൽ,
അരോമാമണി ഇവരെയൊക്കെ പടത്തിലൊക്കെ ഞാൻ സ്ഥിരം കാണുമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവരെന്നോട് വളരെ ദയ കാണിച്ചിട്ടുണ്ട്, കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വന്നത് തന്നെ ഈ മഹാരഥന്മാരുടെ കൂടെ. ബാലങ്കേ നായർ, KPSC സണ്ണി, പിന്നെ ജനാർദ്ദൻ ചേട്ടൻ, മാമുക്കോയ, പ്രതാപേന്ദ്രൻ, ഈ ഒരു ടീമിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന് വിട്ടത്തോളം. ആ ടീമായിട്ടൊരു ബന്ധം എങ്ങനെയായിരുന്നു? അതിങ്ങനെ ആഗസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ CBI ഇറക്കുറിപ്പിലൊക്കെ അഭിനയിക്കും. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒരു വലിയൊരു വില്ലന്മാരാണല്ലോ ഞങ്ങളെല്ലാം. അങ്ങനെ ആ ടീമിൽ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഇത് കിട്ടി. പിന്നെ ജനാർദ്ദനല്ല ആരാ ഉള്ള വേറെ ഇപ്പം? ഇപ്പം ജനാർദ്ദൻ മറ്റം മാത്രമേ ഉള്ളൂ. ആണല്ലേ, നിങ്ങൾ രണ്ടുപേരും ബ്ലാക്കൗട്ട് ഉള്ളൂ. പലരും പറയാനുണ്ട്. പിന്നെ അടുത്ത ഊഴ ആർക്കാമെന്ന് അറിയില്ല. ജനാർദ്ദനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊല്ലം മുമ്പ് നമ്മുടെ റോബിൻ തിരുമലയുടെ കൂടെ പോയി കണ്ടിരുന്നു. ഇപ്പോഴും രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുക പുള്ളി. ഇപ്പോഴും വയസ്സ് എത്ര 80 കഴിഞ്ഞില്ലേ? 80 കഴിയണം. 80 കഴിഞ്ഞു. ഞാൻ ചിലപ്പോഴും സാധനമുണ്ട് അടിച്ചു മാറ്റി സന്തോഷപരമായിട്ട് കഴിക്കുന്ന അവരൊക്കെയാണ്. എന്തിനാടാ പറഞ്ഞുകൊണ്ടാ എടുത്ത് അതൊക്കെ ആസ്വദിക്കാതെ അങ്ങനെ ആസ്വദിക്കുന്നവരുണ്ട്. അങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൽ ഒറ്റയടി ഉണ്ടല്ലോ. ഈ ഒറ്റയടി പാട്ടുകൾ അന്നേരത്തെ പോയതല്ല, വൾഗറായിരിക്കും. അദ്ദേഹം ഇങ്ങനെ ആ ഒരു ഇത് വിട്ടു പോകുന്നില്ല. തിലകനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? തിലകനുമായിട്ട് നല്ല ബന്ധമാണ് പോകുന്നവരാണ്. പക്ഷെ അവസാനം അദ്ദേഹം ഈ ആവശ്യമില്ലാതെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയും അങ്ങനെ എല്ലാവരും ഒതുക്കിയും അതിനകത്ത് ജാതിയും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്നാക്കിയത് തോന്നി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു നല്ല നടനാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പുള്ളി തന്നെ ചിലത് കണ്ടുപിടിച്ച് ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ട കാരണം എന്നെ ഒതുക്കിയതാണ്, നായന്മാരുടെ കേന്ദ്രമാണ്, കൂടുതൽ ആളുകൾ നായന്മാരാണ് എന്നൊക്കെ പറയുന്നവർ ഞാൻ പറയാറുണ്ട്. ഞാൻ നായരാ, അതുകൊണ്ട് എനിക്ക് വലിയ പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ പരിഗണന തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മിമിക്രി ബെൽറ്റ്, മമ്മൂട്ടി ബെൽറ്റ്, മോഹൻലാൽ ബെൽറ്റ്, ഇങ്ങനെ ഒരു ബെൽറ്റുകളുണ്ട്. നമ്മൾ ഒരു ബെൽറ്റിനകത്തും ഇല്ല. അത് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് ബെൽറ്റിൽ പെടണമായിരുന്നു. എങ്കിലും എപ്പോഴെങ്കിലും പടം കിട്ടിയത് ബെൽറ്റാണ് എൻ്റെ അല്ലേ? ബെൽറ്റുണ്ട് അതിനകത്ത്. അവർ പറയുന്നുണ്ട് ഒരു ബെൽറ്റ് ഇതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതറിയാതെ ഉണ്ടാകുന്ന ബെൽറ്റുകളാണ് കൂടുതൽ. ഈ തിലകൻ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ തിലകൻ ആ സമയങ്ങളിൽ. അല്ലാതെ തിലകൻ ചേട്ടൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ സെറ്റിൽ വെച്ച് മദ്യപിക്കുമായിരുന്നു. അത് എനിക്കറിയാം. കാരണം അത് അങ്ങനെയല്ല, ഒരു കലാകാരൻ അങ്ങനെ ആകാൻ പാടില്ല. ഉടക്കായിരുന്നു പുള്ളിയുടെ പൊതു നേച്ചർ അതാണ്. അത് പുള്ളിയുടെ പശ്ചാത്തലം അങ്ങനെ തന്നെയല്ലോ. ഈ കുടുംബജീവിതത്തിനകത്തും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാകുമ്പോൾ എല്ലാത്തിനോടും ഒരു വെറുപ്പും ഒരു അകർച്ചയൊക്കെ തോന്നുന്ന ഒരു സമയമല്ലോ. മക്കൾ അതും ആരുമായിട്ടൊന്നും ക്ലോസ് ഇല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഫാമിലി കാണാതിരിക്കാം, നമുക്കത് അറിഞ്ഞുകൂടാ. അല്ല, എന്നിട്ട് പലരും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ പല സിനിമയും തിലകൻ്റെ ഈ ക്യാരക്ടർ കാരണം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ല രീതിയിലല്ലേ അപ്പം അവസാനം വരെ നിന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ പുള്ളി സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു? പ്രശ്നം ഉണ്ടായി ഞാനുള്ളപ്പോഴൊന്നും എനിക്കുണ്ടായിട്ട് ഇല്ല. അല്ല, പല സിനിമയും എന്നോട് മറ്റേ ആ സ്ഫടികം ഭദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സിനിമയിൽ അദ്ദേഹത്തെ അതിന് മുമ്പെടുത്തൊരു സിനിമയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് അനുഭവമില്ല. എനിക്ക് അനുഭവമില്ലെന്ന് മാത്രമല്ല, ഞാനുമായിട്ട് കോമ്പിനേഷനുള്ള സിനിമകളിലൊക്കെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഇച്ചിരി തലക്കനമുണ്ട്, ഭയമാണ് അദ്ദേഹത്തിന് മിക്കവാറും എല്ലാവർക്കും ഭയമാണല്ലോ. അപ്പോൾ ഈ ചെറിയ ഒരു തലത്തിൽ കുറഞ്ഞു നിൽക്കുന്ന സംവിധായകരുടെ ഒക്കെ ആകുമ്പോൾ പുള്ളിയുടെ ആ തനി ഗുണം കൊടുക്കും. അപ്പോൾ അവർ ഭയക്കും, എന്തായാലും പറയാൻ പറ്റില്ല, സജഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളല്ലാതെ അദ്ദേഹം ഒരു ഇരുത്തം വന്ന നടനല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. ഞാനങ്ങനെയാണ് കാണുന്നത്, കലാകാരനായിട്ടേ കാണുന്നുള്ളൂ. അതെ അല്ലേ? ബാക്കി എന്തുകൊണ്ട് കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയിലെ സെറ്റിൽ ഈ സ്ഫടികത്തിൽ അഭിനയിക്കുമ്പോഴാണെന്ന് പറഞ്ഞിരുന്നു. ഏത് സിനിമയില്ല? KPS ലളിതയും തിലകൻ തമ്മിൽ മിണ്ടത്തിലായിരുന്നു. ബേസിക്കലി പണക്കമായിരുന്നു. പക്ഷെ സിനിമ അഭിനയിക്കുമ്പോൾ നല്ല സൗഹൃദം. നല്ലത് അങ്ങനെ തന്നെ. അതെനിക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട്. ചിലരുമായിട്ടൊക്കെ നമ്മൾ വലിയ മാറിയിരിക്കും, കട്ട് പറഞ്ഞ ആളുകൊണ്ട് ഞാൻ നോക്കി. പിന്നെ ഞങ്ങൾ ചേർത്തല ലളിത ഒരു നടിയാണ്. ചേർത്തല ലളിത ഞാനും കൂടെ ഒരുപാട് സിനിമയിൽ ഭാര്യാഭർത്താക്കന്മാരുടെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നും മിണ്ടത്തില്ല. പക്ഷേ ഇനി ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങളങ്ങ് ഒലിപ്പിക്കും. അങ്ങ് വലിയ ശൃംഗാരവും ഇതൊക്കെ ആക്കി അത് നമ്മുടെ ജോലി. അല്ലെങ്കിൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പലർക്കും എന്നെ ഇഷ്ടമല്ലാതെ എത്ര പേരുണ്ട്. അത് കാരണം അവർ നമ്മളോട് അങ്ങനെ പെരുമാറും. എനിക്കും അങ്ങനെ ഇഷ്ടം. അങ്ങനത്തെ ഇതില്ല. ചിലരോട് എനിക്കും ഇഷ്ടമല്ല. മോഹൻലാലും ആയിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? നല്ല ബന്ധമാണ്. മോഹൻലാലുമായിട്ടും മമ്മൂട്ടിയായിട്ടും സുരേഷ് ഗോപിയായിട്ടും. ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ള സുരേഷ് ഗോപിയുടെ. അല്ല, ഒരുപാട് പടത്തിൽ
അങ്ങനെ എടുത്തിട്ട് അടിക്കുന്നതാണ്. ആദ്യമേ നമ്മളവരെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പിന്നെ അവർ വേറെ തുടങ്ങും. മമ്മൂട്ടിയായിട്ടായാലും ഒരുപാട് പടങ്ങൾ അങ്ങനെ അവരുമായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാല അത് അഭിനയത്തിൻ്റെ കാര്യത്തിലോ അതോ നമ്മൾ ഇടപെടേണ്ട കാര്യത്തിലൊക്കെ? അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എനിക്ക് ചില കാര്യങ്ങൾക്ക് അതുല്യം തന്നെ, ചില കാര്യങ്ങൾ അതുല്യം. അതുപോലെ ഇപ്പം മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ പറ്റത്തില്ല. എന്നാൽ സുരേഷ് ഗോപി കാണിക്കുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, മമ്മൂക്ക കാണിക്കുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു താരതമ്യ പഠനം ഇവിടെ ഉദിക്കുന്നില്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ അഭിനയിക്കും. ഒരു ക്യാരക്ടർ തന്നെ പല രീതിയിലായിരിക്കും അഭിനയിക്കുന്നത്. അതത്രേ ഉള്ളൂ. അല്ല, മോഹൻലാലിൻ്റെ പ്രത്യേകത എന്താ കണ്ടത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? മോഹൻലാലിൻ്റെ വ്യത്യസ്തത എന്ന് ഒന്നാമത് അദ്ദേഹം ഫ്ലെക്സിബിളാണ്. രണ്ടാമത് ആ ക്യാരക്ടർ നമ്മളൊക്കെ കരയിക്കാൻ ഒരുപക്ഷെ പുള്ളിയുടെ ചില മുഖഭാവങ്ങളും ഒക്കെ നമ്മളെ കൊണ്ട് സൈലൻസൊക്കെ ഉണ്ട്. അപ്പം മമ്മൂട്ടിക്കുണ്ട് ഇല്ലെന്ന് പറഞ്ഞു. സുരേഷ് ഗോപിക്ക് പിന്നെ അങ്ങനെയുള്ള ആക്ഷൻ ഹീറോ ആയതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള വലിയതൊന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതല്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. സുരേഷ് ഗോപിയെക്കുറിച്ച് അങ്ങ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റു സാമൂഹ്യ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങ് പറഞ്ഞാലോ സുരേഷ് ഗോപി സമൂഹത്തിനോട് ഒത്തിരി കാര്യം ചെയ്യുന്ന ആൾ. അത് പറഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപി അങ്ങനെ അദ്ദേഹം ഈ ടി വിയിലൊക്കെ വരുമ്പോഴൊക്കെ ഒരുപാട് സമൂഹത്തിനോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ്. അങ്ങക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എൻ്റെ നേരിട്ട് അങ്ങനെ അനുഭവമൊന്നുമില്ല. ഇപ്പോഴാണേ ഒന്ന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. മന്ത്രിയായതിനു ശേഷം അദ്ദേഹം മന്ത്രിയാകാനും ഇലക്ഷന് മത്സരിക്കാനും ഒക്കെ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കൂടി സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷെ അതിന് ശേഷം പിന്നെ അദ്ദേഹം മന്ത്രി തലത്തിലായി, നമ്മുടെ താഴെ തലത്തിലായി. ഞാനും സുരേഷ് ഗോപി ഒരു ദിവസമാണ് BJP വന്നത്. ആണോ? മെമ്പർഷിപ്പ് എടുക്കുന്നത് ഒരേ ദിവസം. പക്ഷേ അതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങ് പോയി, ഞാനിപ്പോഴും അവിടെ തന്നെ കിടപ്പുള്ളൂ. എനിക്കത് മതി, കിടന്നാൽ മതി. ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. BJPയിൽ തന്നെ ഇവിടെ അനുഭവത്തോട് നിൽക്കുകയാണ്. അവർക്കാർക്കും നമ്മളെ വേണ്ട. അതാണ് നമ്മളും അങ്ങോട്ടും ചെല്ലുന്നുമില്ല, അങ്ങനെ കിടക്കുക. BJP വരാൻ കാരണം? BJP വരാൻ കാര്യം കോൺഗ്രസിൻ്റെ, ഞാൻ വലിയ കോൺഗ്രസ് അനുഭവിയായിരുന്നു. കോൺഗ്രസ്സിലായിരുന്നു ഞാൻ. യൂത്ത് കോൺഗ്രസ്സൊക്കെ ഞാൻ അന്നത്തെ അധിനായകമായിരുന്നു. സേവാദൾ എന്ന സംഘടന ഉണ്ടായിരുന്നു. എൻ്റെ കേരളത്തിൽ അധിനായകമായിട്ട് അവർ എന്നെ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോഴും അന്ന് KJ വിളിച്ച VM സുധീറും ഈ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും വയലാർ രവിയും തോപ്പിൽ രവിയൊക്കെ തന്നെ നേതാക്കന്മാർ. ഇവർക്ക് ഞാൻ അതായത് 14ാമത്തെ വയസ്സിൽ ഞാൻ ഇവർക്ക് KJ വിളിച്ചിട്ടുണ്ട്. അവസാനം എൻ്റെ 75ാമത്തെ വയസ്സിൽ ഞാൻ അവർ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല, ആരും വളർന്നില്ല, ബാക്കി ആരും വരുന്നില്ലല്ലോ. അപ്പോഴാണ് മനസ്സിലായി ശരിയല്ല. അങ്ങനെയാണ് ഞാൻ മോദിജിയോടുള്ള ഒരു എന്താണ് ഒരു പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കടപ്പാട് പോലെ നമുക്ക് ഒരു യഥാർത്ഥത്തിൽ ദേശീയതയും ദേശസ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ മോദിയെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അതേ തോന്നൽ തന്നെ. കാര്യം അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളില്ല. അത് ഇന്ത്യയെ ഒന്നാമതായിട്ട് കൊണ്ടുവരണം, ഇന്ത്യയിൽ വളർച്ച ഉണ്ടാകണം, ഇന്ത്യയിൽ എല്ലാവിധ കൊടുക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ നരേന്ദ്രമോദിജിയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ചിന്താധാരകളുള്ള ആളുകൾ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്തുണ്ടെന്നറിയില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പം കണ്ടില്ലേ, കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സ്വാതന്ത്ര്യം മേടിച്ചെന്ന് പഴയ കോൺഗ്രസിൻ്റെ ഇങ്ങേറ്റ തലമുറക്കാരൻ കണ്ടിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അപവാദം പിടിച്ചു വെച്ചില്ലേ. രാഷ്ട്രീയം പോയി. BJP പക്ഷേ സജീവമല്ലല്ലോ. അല്ല, ഞാനിപ്പോൾ BJPയിൽ ഇല്ല. കാര്യം അവർക്ക് എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെ അവരെന്നെ ഉപേക്ഷിക്കാൻ കാര്യം ഞാൻ ശബരിമലയിൽ പോകുന്ന പെണ്ണുങ്ങളെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിനെ അവരാരും എന്നെ സപ്പോർട്ടിന് വന്നില്ല. അന്ന് കേസ് ആദ്യം ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതി അത് അന്ന് ആ ശബരിമല യുവതീ പ്രവേശന വിഷയം ആ സമയത്താണ് വലിച്ചു കയറണമെന്ന് കണ്ടു പറഞ്ഞില്ല. അത് വലിച്ചു കയറണമെന്ന് പറഞ്ഞ് ഞാൻ ഇരുമുടി വലിച്ചു കയറണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കൈരളിക്കാരാണല്ലോ അത് കൊടുത്തത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വന്നും പെണ്ണുങ്ങളുടെ കാര്യം വലിച്ചു കയറണമെന്നാക്കി. അപ്പോൾ അത് അപ്പം തന്നെ വലിയ എന്നെ എടുത്തു, എന്നെ അറസ്റ്റ് ഇതൊക്കെ ആയിരുന്നു, കോടതി ഹാജരാക്കുന്നു, ഞാൻ ജാമ്യം എടുക്കുന്നു. ഇത്രയും വർഷമായിട്ട് കേസ് നടക്കുകയായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാനൊരു സത്യം വെളിപ്പെടുത്തുക, ആ കേസിൽ നിന്ന് എന്നെ കോടതി വെറുതെ വിട്ടു. ശരി. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇതുവരെ ഞാൻ പറഞ്ഞായിരുന്നു പത്രസമ്മേളനം വിളിച്ചൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്നാ പറഞ്ഞത്? ഇതല്ല, അതിനകത്ത് ഒന്നുമില്ല, അയാളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല, നോട്ട് ഗിൽറ്റി. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. ഈ വാദികളുടെ 5 പേരും കാലുമാറി. DYFIക്കാരൊക്കെയാണ്. 2 കൗൺസിലർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ. അവർ വന്നില്ല. അവർ മൊഴി മാറ്റി പറഞ്ഞു. അത് കൊല്ലം തുളസിയാണെന്നൊന്നും അറിയില്ല, ആരാണ്ട് പ്രസംഗിക്കുന്നത് കേട്ടതായി. അപ്പോൾ എൻ്റെ മേലെ സംശയിക്കേണ്ട കാര്യമില്ല. കോടതി തന്നെ വെറുതെ വിട്ടു.
അങ്ങനെ സന്തോഷ വാർത്ത ഇപ്പം പൊതുജനങ്ങളുടെ അറിയിക്കുന്നത് ഇത് മുഖാന്തരമാണ്. എന്നിട്ട് ആ വിഷയത്തിൽ BJP സപ്പോർട്ട് ചെയ്തില്ലേ? ഇതില്ല. ഒരാൾ പോലും എന്നോട് എന്താണെന്നോ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചില്ല. നേരെ പറഞ്ഞ് അപ്പോഴും ഇടതുപക്ഷത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളിഞ്ഞു പോലെ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് വേറെ അടുത്ത പറ്റോടൊക്കെ ഉണ്ട്. അവർക്ക് അങ്ങൊരു ഗുണമുണ്ട്, തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം M സ്വരാജ് ആയിരുന്നെങ്കിൽ അവരിതിനും മഹത്വവൽക്കരിച്ചേനെ. അവൻ്റെ കഴിവ് അതാ ഞാനും പറഞ്ഞതാ. ഒരുത്തനെ ലൈൻ അടിക്കുന്നത് എല്ലാവരും കയറി ലൈൻ അടിച്ചാൽ അവൻ ആൾ വേണ്ടതില്ല. അപ്പോൾ അവരെ ഞങ്ങൾ ഒഴിച്ചു വിട്ടാൽ നന്നായി. ഇനി അദ്ദേഹത്തെ ആ ജോലി മേഖലയിലോട്ട് പോയിക്കോട്ടെ. അങ്ങേക്കുറിച്ച് ഇത്ര ആരോപണങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. ഇല്ല, ഒരിക്കലില്ല. ഇല്ല, അത് ഞാൻ പെണ്ണാണ് തെറ്റിദ്ധരിച്ചത്. അത് നമ്മളത് ചെയ്യാൻ ഞാൻ പെണ്ണാണ് ധരിച്ച് എൻ്റെ വാതിൽ വന്ന് മുട്ടിയതൊക്കെ ഉണ്ട്. അതെന്തനുഭവമാണ്? പ്രൊഡ്യൂസർ വന്നോ പെണ്ണാണെന്ന് ഓർത്ത്? അത് ഒരുപാട് തമാശകൾ അതൊക്കെ വന്നിട്ടുള്ളതും. എന്തായാലും കേട്ടെ. അതായത് ഞാനേതോ ഒരു സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, അതിപ്പം അവരൊക്കെ ജീവിച്ചിരിപ്പണമെന്ന് നമുക്കറിയില്ല. ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് എറണാകുളത്ത് ഞാൻ ഇറങ്ങിയപ്പോഴേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു, ചേട്ടന് ഇന്ന ഹോട്ടലുണ്ട്, പിന്നെ AC റൂമാണ്. അപ്പോൾ AC റൂമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിഷമിച്ചു പോയി. ആദ്യമായിട്ട് AC നമ്മൾ AC സാധാരണ നമുക്കത് കിട്ടാറില്ല. അന്ന് ഇതുവരെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് 2000 രൂപയും ഇവിടെ വെച്ച് തന്നെ അഡ്വാൻസ്. അത് ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ ഞാൻ എനിക്ക് തന്നെ ചേട്ടൻ പ്രൊഡ്യൂസർ പേരിട്ട് പറഞ്ഞിരിക്കാം. പിന്നെ ചേട്ടൻ്റെ മുറി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണമെല്ലാം അവിടെ പറയും. പ്രൊഡ്യൂസർ മുറിയുടെ അടുത്ത് അന്നൊന്നും നമുക്കിത് കത്തിയില്ല. ഞാനവിടെ പോയി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു. നല്ല കരിമീൻ മപ്പാസൊക്കെ ഉണ്ട്, വെച്ച് കാരിച്ച് ഒരു പൈൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 വെക്കും കഴിച്ച് സുഖമായിട്ട് ചരിഞ്ഞ് കിടപ്പോഴാണ് രാത്രി ആയപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ കഥ പറഞ്ഞ ഒരാൾ ഇങ്ങനെ വരുന്നത്. ഞാൻ ഒരു അബോധാവസ്ഥയാണ്, ഒരു വാർത്ത ബോധത്തിലായിരുന്നു. എന്നെ വന്ന് ഞാൻ തപ്പിയപ്പോൾ അദ്ദേഹം തപ്പിയൊന്നും കിട്ടി കാണത്തില്ലായിരിക്കും. അദ്ദേഹം ചാടി എഴുതി ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി. നീ എന്നാ കൊല്ലം തുളസി? പ്രൊഡക്ഷൻ മാനേജർ ഞങ്ങൾ വിളി വിളിച്ചിട്ട് ഇവനെ ആരും അധികം വിടാത്തോണ്ട് ഇവൻ താഴത്തെ മുറിയിലാണ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഞാൻ അന്താളിച്ചു പോയി. രാത്രി മുറി മാറ്റി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തമാശകളുണ്ട്. അത്ര അനുഭവങ്ങൾ വേറെ വല്ല ഉണ്ടായിട്ടോ? തുളസി ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ. പുറത്ത് പറയാം. പണ്ട് ഞാൻ നാഷണൽ ക്ലബ് മെമ്പറാണ്. നാഷണൽ ക്ലബ് ഒരു അണ്ണാച്ചി മെമ്പറായിട്ടാണ്. പുള്ളി അവിടെ ഒന്ന് അടിക്കാൻ വരും. ഒരു ദിവസം ഞാൻ ചെന്ന് ബാറിൽ കയറുന്നത് എന്നെ കണ്ടുകൊണ്ട് വലിയ ഉപകാരത്തോടെ വരണം നിങ്ങളെ ഞാൻ പടത്തിൽ കണ്ടിട്ടുണ്ട്, നല്ല അഭിനയം, നല്ല ആക്ഷനൊക്കെയാണ്, തമിഴാണ്. എനിക്ക് സിനിമയും ബന്ധമുണ്ട്. നമ്മൾ എങ്ങനെ ചില നടികളുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അല്ല ഇതാണ്. ആമാ. അപ്പോൾ ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അതിനൊന്നും കൊല്ലം തുളസി. അതിനൊന്നും കൊല്ലം തുളസിയാണ്. ഞാൻ പറയാം കൊല്ലം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയാതെ പറയാമെന്ന് മനസ്സിലായി. കൊല്ലം തുളസിയാണ്. ഞാൻ പറയാം അവള് പോത്തൊന്നുമില്ല. ആര് പറഞ്ഞ്? ഞാൻ പോകുന്ന വാരത്തിലെ പിന്നെ ഊട്ടിയിൽ കൊണ്ടുപോയി 4 സാരി മേടിച്ചു കൊടുത്തു. നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അവസാനം എനിക്ക് കൈ വെക്കേണ്ടി വന്നു. പിന്നെ അല്ലാതെ എന്തിനാ അപവാദങ്ങൾ പറഞ്ഞു പറ്റുന്നത്? പാവപ്പെട്ട വലിയ പ്രായമുള്ള നല്ല നമ്മൾ ബഹുമാനിക്കുന്ന നടിമാരൊക്കെ സ്ഥലപ്പേര് വെച്ച് പറയുന്ന നടിമാരൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ പറയുന്നത് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഞാൻ പോലും അറിയാതെ എന്നെ കൊണ്ടുപോയി ഊട്ടി കൊണ്ടുപോയിട്ട്. അപ്പോഴോ പുള്ളിക്ക് അവസാനം മനസ്സിലായി. അവസാനം പിന്നെ എല്ലാവരുടെ വന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേർ കൊല്ലുന്നത്. അപ്പോഴയാൾ വെറുതെയാണ് ഇത് വെറുതെ പറയുന്നതാണ്. ഈ സിനിമാക്കാരെക്കുറിച്ച് ആർക്കും എന്തും പറയാമല്ലോ. അങ്ങനെയാണ് അവർ തെറ്റാണ്. പുരുഷന്മാർ മൊത്തം വിചാരികളാണ്, മറ്റൊരു ബഹുവരും വേറെ അങ്ങനെ അതൊരു ധാരണയായിപ്പോയി. എന്നാൽ സിനിമയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതെന്തുമായി? 10-12 വർഷം കഴിഞ്ഞല്ലയോ ഇതൊക്കെ ഓരോന്ന് പറയുന്നത്. അല്ല ഈ സിനിമയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നില്ലേ? അത് അന്നും എവിടെ ഇല്ലാത്ത എന്തിനേറെ ഒരു വീട്ടുപണിക്ക് വരുന്നവർ കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ വിടുവോ? മേശരി നോക്കും, പിന്നെ കൺട്രാക്ട് നോക്കും, വീട്ടുകാരെ അയാൾ നോക്കും. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇത് പണ്ട് ഈ കൈനാനാർ പറഞ്ഞ പോലെ ഇതൊക്കെ നടക്കാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. നിഷേധിക്കാനും പറ്റത്തില്ല, നിർത്താനും പറ്റത്തില്ല. ഇപ്പോഴും ഉണ്ട്, ഇനിയും തുടരും. അല്ല സിനിമയിൽ പണ്ട് പോലെ ഉണ്ട് അല്ലേ? സിനിമയിൽ പണ്ട് എനിക്കറിഞ്ഞൂട. പണ്ട് ഞാൻ എൻ്റെ മുറിയിൽ ഒരു തട്ട് കേട്ട് ഒന്ന് ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ആരായത്? ഇത് അവർ ടൂത്ത് പേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിക്കാൻ വന്നേ. അവരുടെ ടൂത്ത് പേസ്റ്റ് തീർന്നു പോയി. ഞാനതില്ല, ഞാൻ എടുത്തു കൊടുത്ത്. അപ്പോൾ തട്ടിയെന്ന് പറയാൻ എനിക്ക് പറയാൻ എന്നെ തട്ടിയെന്ന് പറയാൻ. മുറി തട്ടിയെന്ന്. ഈ മുറി തട്ടുമ്പോൾ ഇവരെന്തിനാ തുറക്കുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ഫോണില്ലേ, അത് പിടിച്ച് കൗണ്ടറിൽ പറഞ്ഞൂടെ? നിങ്ങളുടെ കൊല്ലം മുകേഷൊക്കെ ഒരുപാട് തട്ടാറുണ്ടെന്നാണ് പറയുന്നത്. നോ കമൻസ്.
മുകേഷിൻ്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് പലതും. രണ്ടാം ഭാര്യയും പറഞ്ഞു, വേറെ പലരും പറഞ്ഞു. അവർക്ക് ബല ഉള്ളിടത്തോളം കാലം തട്ടട്ടെന്ന്. അല്ലാതെ ഞാനെന്താ പറയുന്നത്, ബല ഉള്ളിടത്തോളം തട്ടാൻ പറ്റും. എനിക്ക് പോയി തട്ടാൻ ഇപ്പോൾ പറ്റത്തില്ല. വിലയൊക്കെ പോയി. നമ്മൾ പണ്ടും തട്ടിയിട്ടില്ല, ഇപ്പോഴാണ് തീരെ തട്ടാനും വയ്യ. അല്ല, ഈ സിനിമാ ജീവിതത്തിലെ അവഗണന വേറെ, ആ സിനിമയ്ക്കകത്ത് അവഗണന ഉണ്ടോ? സിനിമയ്ക്കകത്ത് അവഗണന, ഈ ക്യാൻസർ വന്ന സമയത്തൊക്കെ ആരാ സഹായിക്കാനുണ്ടായിരുന്നു? അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയാനില്ല. സിനിമാക്കാരും അവരനുഭവം എന്ന് പറഞ്ഞു, അതായത് നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കാതിരുന്ന അങ്ങനെ ഫീലുണ്ടോ? എനിക്ക് സിനിമയിൽ നിന്നുള്ളൊരു സഹായമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, വിളിച്ചിട്ട് പോലുമില്ല. ആണോ? പക്ഷേ മമ്മൂട്ടി ഒരിക്കൽ വിളിച്ചു. പക്ഷെ എന്നെ സഹായിച്ച ഒരാളുണ്ട്, ദിലീപ്. ദിലീപിനെക്കുറിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ അന്ന് അല്പം വല്ലാത്ത ഒരു അവസ്ഥ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഇതിനും കഴിയും. ദിലീപ് എന്നെ 4 പടങ്ങളിൽ വിളിച്ച് നല്ല റെമ്യൂണറേഷൻ തന്ന് എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത്. പക്ഷേ അത് വേറെ പ്രശ്നമാണ്. വാദിച്ചു. അന്ന് ഞാൻ പറയുന്നത്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അർത്ഥനാഗ്നാക്കി റോഡിൽ കൂടെ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെന്നാണ് വിശ്വാസം. ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പെട്ടുപോയതായിരിക്കും. ദിലീപ് അന്ന് ചികിത്സയ്ക്കൊക്കെ ആ സമയത്ത് അങ്ങനെ കാശ് തന്നു? ചികിത്സയ്ക്ക് നാർസിസിന് വലിയ കാര്യമായ ചിലവില്ല. അല്ല, ഇതിനെ കൊടുക്കണം, കീമോയ്ക്ക് കൊടുക്കണം പൈസ, ഇഞ്ചക്ഷൻ കൊടുക്കണം. ആണോ? കോസ്റ്റ്ലി. ആരും സഹായിച്ചില്ല, സിനിമക്കാരും ചോദിച്ചില്ല, സഹായിച്ചില്ല. ആരും കാണാനും വന്നില്ല. ആരും കാണാനും വന്നില്ലെന്ന് പറഞ്ഞാൽ ഈ TV ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ കാണാൻ പോകാറില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ ഇങ്ങോട്ട് കാണാൻ വല്ലാത്തതിനെ കുറിച്ച് വിഷമിക്കട്ടെ, ഞാനത് തന്നെ. അല്ല, ആർക്കെങ്കിലും ഒരു അസുഖമൊക്കെ നമുക്ക് കാണണമെന്ന് തോന്നാറില്ലേ? ഞാൻ ചിലവരെ അടുത്ത് കൺവീനിയൻ്റ് ആയിട്ട് സ്ഥലങ്ങളിൽ പോയി കാണും. ഇപ്പോൾ എറണാകുളത്തോ അല്ല കോഴിക്കോടോ ഉള്ളതൊക്കെ നമ്മൾ പോയി കാണുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പലരും. മാമക്ക് പോയാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ അതൊരു പരിഭവം പരാതിപ്പെടേണ്ട കാര്യമില്ല. ഈ അസുഖം വന്നപ്പോഴത്തെ ഫീൽ എന്തായിരുന്നു? സമൂഹം ഒറ്റപ്പെട്ടല്ലോ എന്നൊരു തോന്നല്. ഒരു സഹായത്തിന് ആളില്ലല്ലോ, ഒറ്റപ്പെട്ടല്ലോ. അപ്പോഴാണ് ഞാനെല്ലാം കവിത എഴുതിയത്. നാളെയൻ ശരീരത്തു നിന്ന് ആത്മാവ് പോയിടുകൽ 4-5 പേരെങ്കിലും ചുറ്റും കൂടിയിടണം. അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമജപം എനിക്ക് ഏകണം. നിത്യശാന്തിക്കൊരു ഉപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയ നഗ്നത മറിക്കണം. 6 അടി മണ്ണിലെൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ല, അത് ഭയങ്കര നല്ല വരികളാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കവിത നല്ല മനോഹര വരികൾ, അത് വൈറലായത്. അതെങ്ങനെ ഇത് തന്നെ പറഞ്ഞതാണ്? അതെങ്ങനെ ഈ കവിത? എഴുത്തുവാസന ഉണ്ടല്ലോ. അത് ഞാൻ നമ്മളൊരു പലയിടത്തും നമ്മളിപ്പോൾ അനാഥനാണല്ലോ. അപ്പം താങ്കളൊക്കെ എപ്പോഴൊക്കെ അമേരിക്കയിൽ ട്രിപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അവിടെ വെച്ച് നമ്മൾ വികൃതമായ രൂപത്തിൽ നമ്മളെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കാൻ ആരറിയാനാണ്? ആരും അറിയത്തില്ല. കൊല്ലം തുളസി എവിടെ ചെന്ന് ചതഞ്ഞറിഞ്ഞാൽ കൊല്ലം തുളസിയുടെ മുഖമില്ലേ ബാക്കി ഇങ്ങനെ അറിയും. അപ്പോൾ അങ്ങനെ ഒരു അനാഥത്വം തോന്നി. എനിക്ക് ആരും ഇല്ലല്ലോ. അതാണ് ആരെങ്കിലും ഒരു തുള്ളി, അതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. 6 അടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കല്ലറ പടിഞ്ഞെൻ്റെ സ്മാരകം ഉയർത്തിടേണ്ട, തൈത്തെങ്ങും നട്ടിടേണ്ട കർമ്മങ്ങൾ തീരെ വേണ്ട. കല്ലൊന്ന് വെച്ചിടേണം മൺകൂന മധ്യത്തിലായി, അതിലിങ്ങനെ കുറിക്കണം വികൃതാക്ഷരത്തിൽ. ദുഃഖത്തിൽ ജനിച്ചു, പിന്നെ അതിലൂടെ വളർന്നൊരു ദുഃഖനായകൻ്റെ അന്തിമസ്ഥാനമാണിത്. ലോകരെ മാപ്പ്, നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ, സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം. ഗംഭീര കവിതയാണല്ലോ. അത് അത് മനോരമ മ്യൂസിക്കാരാണ് അത് ഇറക്കിയത്. അത് ശരി. അതൊരു തന്നെ അങ്ങ് ആ ഒരു ഒറ്റപ്പെടൽ തോന്നിയത്. പിന്നെ നാളെയൻ ശരീരത്തു നിന്ന് ആത്മാവ് പോയിടെങ്കിൽ 4-5 പേരെങ്കിലും എൻ ചുറ്റും കൂട്ടിയിടണം. ഒരു അപേക്ഷയാണ്, ഒരാഗ്രഹമാണ് ഒരു മനുഷ്യനാഗ്രഹം. ഞാൻ അനാഥനായിട്ട് പോവുമോ, അവനെ 4-5 പേരെ എൻ്റെ ഒരു പുഷ്പമെങ്കിലും എൻ്റെ ചുണ്ടിൽ വെക്കണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും അല്ല, കുടുംബമില്ലേ പിന്നെ എന്തോ ഒരു മനുഷ്യന്. കുടുംബം അകന്നു പോയാലോ, കുടുംബം ഇല്ലാതെ വന്നാലോ, പലരൊക്കെ ഇപ്പം ഒറ്റയായിട്ട് കഴിയുന്നുണ്ട്. അവരെയൊക്കെ അവസാനം ജീവിതമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരാളില്ലെങ്കിൽ എന്ത് ജീവിതമാണ്? അല്ല, തൻ്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വിഷമമുണ്ടോ? ജീവിതത്തിൽ അങ്ങനെ ഒന്നും കിട്ടാതെ പോയി വിഷമം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൽ നല്ല വിമുക്തനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആധ്യാത്മിക ലൈനിൽ കൂടെ പോകാറുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, പഠിക്കാറുണ്ട്. വിശ്വാസിയാണ്, കടുത്ത വിശ്വാസിയാണ്. ഇത് ഒന്ന് മാത്രമേ, ഞാൻ എല്ലാത്തിനും വിശ്വസിക്കുന്നുണ്ട്. ഖുറാനിൽ വിശ്വസിക്കുന്നുണ്ട്, ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്. ബൈബിളൊക്കെ എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട്. എല്ലാം പഠിക്കും, എല്ലാം കേൾക്കുകയും ചെയ്യും.
തികഞ്ഞ ഈശ്വരവശം ഇതെല്ലാം ഒന്നാണെന്നൊരു സങ്കല്പത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ തീവ്രത വരുമ്പോഴാണ് നമുക്ക് മാറി ചിന്തിക്കേണ്ടി വരും. ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോവും. ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. എന്താ അങ്ങയുടെ പ്രഭാഷണത്തിനൊരു കാതൽ? ഞാൻ കൂടുതൽ രാമായണ തത്വമാണ്. രാമായണത്തെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. കാര്യം രാമായണം, അതിലെ കഥയും കഥാപാത്രങ്ങളും അവിടെ പ്രവർത്തന രീതികളും പഠിച്ചു നോക്കിയാൽ നമുക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാം. പറഞ്ഞേ ഒരു ഉദാഹരണം, ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ദശരഥനും മക്കളോടുള്ള സ്നേഹബന്ധം വലിയ മാതൃകയില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതുപോലൊരു ബന്ധം നമ്മുടെ ഈ സമൂഹത്തെ എങ്ങും കാണത്തില്ല. ഭാര്യ ഭർത്താബന്ധം, സീതയും രാമനും തമ്മിലുള്ള ബന്ധം, ഇതേ നമ്മൾ ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞത്. ഈ സഹോദര സംഘത്ത് വിരുദ്ധമായിട്ടാണ് രാവണൻ്റെ സഹോദരങ്ങളും തമ്മിൽ അവർ മൂന്ന് ചേരിയാണ്. ബാലിസുഗ്രീവന്മാർ സ്വന്തം അനിയത്തിയുടെ ഭാര്യയെ വേർത്തുകൊണ്ടിരിക്കുന്ന അത് കൊല്ലാൻ മരിക്കേണ്ടി വന്നില്ലേ. അപ്പോൾ ഇത്തരം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആരാണ് ഉത്തമ ജീവിതം, ഉത്തമ മനുഷ്യനാരാണെന്ന് ഇവരെയൊക്കെ നോക്കി പഠിച്ചാൽ മതി. ഞാനതുകൊണ്ട് നമ്മളതുപോലെ ഏറെക്കുറെ എല്ലാം ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യും, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്യും. ചെറിയ അതാണ് ഗുരുജി പറഞ്ഞ നാരായണ ഗുരുജി പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അന്യൻ അത് സുഖമായി വരണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അർത്ഥമില്ല. അങ്ങനെയൊക്കെ ജീവിക്കുക. ഒരാൾക്കൊരു ഗുണം ചെയ്യാൻ കഴിയും, നല്ല പ്രവൃത്തികൾ ചെയ്യുക, ആരെ കൊണ്ടെങ്കിലും ഒരു ദിവസത്തെ ഒരു നേരത്തെ ചായ പിടിച്ചു കൊടുക്കാൻ കഴിയുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള വഴിയുക. ഇതൊക്കെയാണ് ഭാഗ്യം, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം. ദൈവം ആരാണ്? ഞാൻ എല്ലാ ദൈവങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പൂജാമുറിയിൽ യേശുവിൻ്റെ ക്രൂശിത രൂപം ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. യേശുവിനെ പഠിച്ചിട്ടുണ്ടോ? കുറച്ചല്ല, നല്ലോണം പഠിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളെ കുറിച്ചും. എന്താ യേശുവിനോടുള്ള ഇഷ്ടം? യേശുവിനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഞങ്ങളുടെ നാട്ടിൽ ഈ പെരിശ എഴുന്നേൽപ്പ് പറഞ്ഞതുകൊണ്ട് പ്രാക്കുളം പള്ളിയിൽ നിന്ന് ഉണ്ണിയേശുവിൻ്റെ പടം വെച്ചിട്ടുണ്ട്. എഴുന്നള്ളിച്ച് നടയിൽ കൂടെ പോകും. റോഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഈ അവലൂസ് പൊടി കൊടുക്കും മരുന്നുവർക്ക്. അവലൂസ് പൊടി അറിയാതെ. ഞങ്ങളന്ന് കൊച്ചുകുട്ടികളാണ്. അപ്പോൾ കൊച്ചുകുട്ടികളായി ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലും ഒന്ന് മേടിച്ചിടും, അവലൂസ് പൊടി മേടിക്കും, പാക്കറ്റ് ഇടും, അടുത്ത ദിവസം വീണ്ടും പാക്കറ്റ് ഇടും, ഇത് ഓടി അമ്മയുടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അന്നൊക്കെ എൻ്റെ ധാരണ യേശു ക്രിസ്തു അവലൂസ് പൊടി തരുന്ന ആളാണെന്നാണ്. അപ്പോഴന്നത്തെ അത് അന്ന് പോലെ യേശുവിനെ കുറിച്ചൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ MOS ബൈബിൾ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സുണ്ട്. അതിനകത്ത് ഞാൻ ചേർന്നു. കറസ്പോണ്ടൻസ് കോഴ്സാണ്. അതിനകത്ത് എനിക്കായിരുന്നു ഫസ്റ്റ് മെഡൽ, സ്വർണ്ണ മെഡൽ എനിക്കായിരുന്നു. അന്ന് ബിഷപ്പ് പെരേര എന്ന് പറയായിരുന്നു. കൊല്ലം ബിഷപ്പ് പറയാൻ, നിങ്ങളൊക്കെ ഈ പയ്യനെ കണ്ടുപടി, ഒരു ഹിന്ദുവായ അവൻ സ്വർണ്ണ മെഡൽ മേടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം. ആ സ്വർണ്ണ മെഡൽ എനിക്ക് കിട്ടുക. അപ്പോൾ അന്ന് പോലെ ഇതിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അത്ഭുതങ്ങൾ, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ രോഗികളെ പ്രാർത്ഥന കൊണ്ട് മാറ്റുന്നത് എല്ലാം പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ രൂപം അങ്ങ് പതിച്ചു. പിന്നെ മറ്റുള്ളവർ ചെയ്തതിൻ്റെ കൂട്ടുള്ള തെറ്റുകളൊന്നും വലുതായിട്ട് പുള്ളി ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കോലേഷൻ ചെയ്തതെല്ലാം തെറ്റാണെന്നല്ല, പക്ഷേ അവരത് ശരിക്കും പഠിക്കാത്തതിൻ്റെ വല്ലേ. ശ്രീകൃഷ്ണനെ ശരിക്കും പഠിക്കാതെയാണ് അയാൾ 16,000 ഭാര്യമാരെ കെട്ടിയിട്ടുണ്ട്, അധർമ്മത്തിൻ്റെ കൂട്ടി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ തെറ്റായ ധാരണ, പഠിക്കുന്നില്ല. ശ്രീരാമനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ശ്രീരാമൻ സീത ഉപേക്ഷിച്ചു. അതൊക്കെ അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് അവരുടെ തത്വം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ആധ്യാത്മിക പാതയിലാണിപ്പോൾ. പാതയിലൊന്നുമില്ല, സ്വാമിയൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ സ്വാമി ആയെന്ന് വരും. കുറച്ച് അവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 78 ഇപ്പോൾ 78 പോകുന്നു. കാര്യമായ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. നടക്കാനൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. സിനിമാഭിനയമുണ്ടോ ഇപ്പോൾ? സിനിമാഭിനയം പ്രധാനപ്പെട്ട ആരും വിളിക്കുന്നില്ല. ഇപ്പോൾ ഒറ്റക്കൊമ്പനകത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വരുന്ന ഏപ്രിൽ 6-7 അത് മന്ത്രിവേഷം തന്നെ. മന്ത്രിവേഷം ചെയ്ത് 100 ചില്ലാനും മന്ത്രിവേഷം ചെയ്ത് കഴിഞ്ഞു. ഈ അമ്മയിലെ പ്രശ്നങ്ങളിലൊക്കെ സ്ത്രീകൾ ഭരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേട്ടല്ലോ. അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. സ്ത്രീകൾ ഭരിക്കുന്നത് ശരിയല്ലെന്നല്ല, പുരുഷന്മാരുടെ മേളിൽ സ്ത്രീകൾ അങ്ങനെ വരണ്ട എന്നുള്ളൊരാഗ്രഹം. കാര്യം നാരി ഭരിച്ചിടം നായ പെറ്റിടം ഇങ്ങനൊരു ചൊല്ലുണ്ടല്ലേ. അവരുടെ ഭരണത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പം 8 പേരുണ്ട് അവർ. അങ്ങനെ ഒത്തു കിട്ടിയാൽ ആയിരിക്കും ഏറ്റവും വലിയ ശക്തി. അൻസിബയെന്നോ മാറ്റി എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഇപ്പം തന്നെ ഉണ്ടെന്ന് കേൾക്കുന്നത്. അൻസിബ നല്ലൊരു കുട്ടിയായിരുന്നു. അൻസിബ മരുന്നിൻ്റെ ഒക്കെ ചാർജ് നല്ല സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം പുതിയ അൻസിബ മാറ്റിയെന്ന് തോന്നുന്നു. മാറ്റി അപ്പം വേറെ ആർക്കെ കൊടുത്തു, ഞാനും കേട്ടില്ല. ഏതായാലും നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കി ഇരിക്കുക ഇതെങ്ങനെ വരുമെന്നുള്ള കാര്യം. അൻസിബ മരുന്ന് എത്തിക്കുമായിരുന്നോ?
ഇല്ല, ഞാൻ മേടിക്കുന്നില്ല. ഇല്ല. അതിനാ ഞാൻ അതിനെ ശ്രമിച്ചില്ല, കൊടുത്തില്ല. ആനുകൂല്യമൊന്നും ഒരു കൈപ്പറ്റി തുടങ്ങിയില്ല. ഇല്ല, പിന്നെ ആനുകൂല്യങ്ങളുണ്ട്. 5000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് അപേക്ഷിക്ക് കിട്ടാറുണ്ട്. മരുന്നിൻ്റെ കാര്യം അപേക്ഷിച്ചിട്ടില്ല. അമ്മയിൽ. അതെ. മറ്റേ സർക്കാരിൻ്റെ പെൻഷനും ഉണ്ടല്ലോ. സർക്കാരിൻ്റെ പെൻഷനുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇപ്പം സീരിയലൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല. പലരും വിചാരം ഞാൻ സീരിയൽ പോകുന്ന ഞാൻ കൊള്ളാന്നുള്ള വലിയ ആർട്ടിസ്റ്റ് അല്ലയോ, നമ്മൾ വിളിച്ചാൽ വരുമോ? അത് ഒരു കുഴപ്പമില്ല. ആര് വിളിച്ചാലും നമ്മൾ റെഡി ആയപ്പോഴും കഥവ് തുറന്നിട്ടിരിക്കുക. വിളിച്ചാൽ മതി, തട്ടേണ്ട കാര്യമില്ല, വിളിച്ചാൽ മതി. വീണ്ടും നമുക്ക് ആ മോദിയിലേക്ക് ഒന്നുകൂടെ ചോദിക്കട്ടെ. മോദിയോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നും വന്നിട്ടില്ല? ഒരിക്കലുമില്ല. യുഗപുരുഷൻ എന്നാ കരുതുന്നത്. തീർച്ചയായിട്ടും. അദ്ദേഹം അനുഭവങ്ങളുടെ തീച്ചൂളയിൽ കൂടെയാണ് സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. ഒരു പാവപ്പെട്ട വീട്ടുജോലിക്കാരുടെ മകനായിട്ട് വളർന്നു. സാധുക്കളോട് ചേർന്ന് നിന്ന് ജീവിതം പഠിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കി പതുക്കെ വളർന്നു. ചായ കച്ചവടവും തട്ട് കച്ചവടവും നടത്തി അങ്ങനെ വളർന്നു വന്ന് സാധാരണക്കാരൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബഹുഭൂരിപക്ഷം അനുഭവിക്കുന്ന പക്ഷേ ഇടതുപക്ഷക്കാരാണ്. അവർക്കറിയാം എന്നാ ചെയ്യേണ്ടത്. അവർക്കറിയില്ല. ഇവർക്ക് മാത്രം അറിയില്ല. ഇവർക്ക് പറയത്തുള്ളൂ. ഈ BJP നന്നാവാത്ത കാര്യം ഇവിടെ ഒന്നാമത്തെ കാര്യം ഈഗോ ഉണ്ട്. തമ്മിലുള്ള ചില ആളുകളുണ്ട്. അതിനകത്ത് ജാതി രാഷ്ട്രീയം കൊണ്ടുവരിക, മതരാഷ്ട്രീയം കൊണ്ടുവരിക. പിന്നെ ഇതൊന്ന് പ്രതിഫലിക്കാൻ പറ്റും. നല്ലൊരു പ്രാസംഗികൻ ആരുണ്ട്? നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെല്ലാം വേറെ ആരുണ്ട്? അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. ഈ പാർട്ടി ഇവിടെ വളരാത്തതാണ്. ഈ അങ്ങ് BJP വന്നിട്ട് അവർ എന്തെങ്കിലും പദവി തന്നായിരുന്നോ? ഒരിക്കലും ഇല്ല, തന്നിട്ടില്ല. മെമ്പർഷിപ്പ് എടുത്തോളൂ. മെമ്പർഷിപ്പ് എടുത്തേ ഉള്ളൂ. ഒരിക്കലും പിന്നെ ആരും വിളിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. കുറേ നാൾ ഞാൻ അവരുടെ ഒരു വക്താവായിട്ട് നടന്നില്ല. ഞാൻ പിന്നെ ഇതിനകത്തൊക്കെ ഇപ്പോൾ വക്താവായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൂരദർശൻ ചർച്ചകളിൽ. പിന്നെ ഇലക്ഷന് വേണ്ടി ഞാൻ 8 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം നിർത്തി. അതിന് അവർക്ക് വേണ്ട നിങ്ങളെ. അവർക്ക് ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പേസ് തരാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവർ വിചാരിച്ച് ഞാനും കൂടെ ആകപ്പാടെ കുറച്ച് പേരെ കാണുന്ന തമ്മലടിയാണ്. ഒരുത്തരെയും കൂടെ അതിനാ കൂട്ടത്തിലുണ്ട്. എനിക്കിട്ട് ആഗ്രഹമില്ല. ഞാൻ പറയും എനിക്ക് പാർലമെൻ്ററി മോഹമില്ല, പാർട്ടി സ്ഥാനമൊന്നും വേണ്ട, എനിക്ക് പ്രവർത്തിക്കണം. ഇടയ്ക്കൊന്ന് മത്സരിക്കാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ ഏകമാണ് ഞാൻ മാത്രമേ ഉള്ളൂ കുണ്ടറയിൽ. അപ്പം എനിക്ക് വേണ്ട, എനിക്ക് ആ മോഹമില്ല. ഈ സുരേന്ദ്രനുമായിട്ട് എല്ലാവരുമായിട്ടും സംസാരിക്കും, വിളിക്കും. പുതിയ പ്രസിഡന്റ് വന്നിട്ട് വിളിച്ചോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ കൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ 3-4 പോയി പ്രസംഗിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിയായിട്ടിരുന്നു. പക്ഷേ പുതിയ പ്രസിഡന്റ് എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഇപ്പം ഒന്ന് മംഗലേറ്റിരിക്കുക. ഉദ്ദേശിച്ച ആ ഒരു ജമ്പ് കിട്ടുന്നില്ല. ഇല്ല, അങ്ങനല്ല. ഞാൻ അങ്ങനെ കരുതിയിരുന്നു. അദ്ദേഹം മറ്റ് മുൻ പ്രസിഡന്റുമാരെ പോലെ അദ്ദേഹം കടന്ന് ബഹളം വയ്ക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യുന്നില്ല. ശാന്തമായിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനാണ് പ്രാധാന്യം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാവരും സാധാരണ ഇപ്പോൾ MLA ആകാനാണ് നടക്കുന്നത്. ആ MLA സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കഴിവ് തെളിയിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ ആ ഏരിയയിൽ പ്രവർത്തിക്കണമെന്നാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പം 1-2 കാര്യങ്ങൾക്ക് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വളരെ ബഹുമാനം തോന്നി. ഒന്ന്, ഇപ്പം അവിടെ ഈ കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിലൊരു സത്യാഗ്രഹം നടക്കും, കർഷക സത്യാഗ്രഹം. അവർക്കൊന്ന് ഇദ്ദേഹത്തെ കാണണം, എല്ലാവരും കാണുന്ന പോലെ. ഞാൻ അദ്ദേഹത്തോട് വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പോൾ അദ്ദേഹം ഡൺ, ഷോണിനോടൊന്ന് കോർഡിനേറ്റ് ചെയ്തോളം പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഷോണിനെ അറിയിച്ചു, ഷാജിന് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെന്നെ ഒന്ന് പഠിച്ചിട്ട് തരണമെന്ന് പറഞ്ഞു. ഞാൻ ഷോണിനെ വിളിക്കുമ്പം ഇദ്ദേഹം ഓൾറെഡി ഷോണിനോട് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഷോണിൻ്റെ പണിയാണ് അവരെന്താണോ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഓർഗനൈസ്ഡാണ്. അതുപോലെ മറ്റൊരു അമ്പലക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നൊരു വിഷയമായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു ശങ്കുറ്റി ദാസിനെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ശങ്കുറ്റി അങ്ങനെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് അദ്ദേഹം വിശദമായി പഠിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ട ആ ഒരു വർക്കിംഗ് പാറ്റേൺ ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്കും അദ്ദേഹത്തിന് വളരെ ഇഷ്ടവും ബഹുമാനവുമാണ്. കാര്യം പ്രതീക്ഷയുണ്ട്, എനിക്ക് വളരെ പ്രതീക്ഷയാണ്. കാര്യം ഈ മറ്റുള്ളവർ തമ്മിലുള്ള ഒരു ഇതൊന്നും ഇദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന് ഈ നരേന്ദ്രമോദിയുടെ കാര്യം ദേശീയതയും ദേശസ്നേഹവും ഉള്ളതാണ്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ BJP ഒന്ന് രക്ഷപ്പെടുത്തണം, അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, അയാൾ കളഞ്ഞിട്ട് പോകുന്ന പുള്ളി പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. കാര്യം പക്ഷേ നോക്കാൻ അനുവദിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ. ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെയാണല്ലോ. ഇപ്പം എന്നെ പോലുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് പോലും എന്നെ അവർക്ക് കൊണ്ടുപോകാനോ ഒന്നും വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അത് തന്നെ. അതിനോട് ദേവനൊക്കെ BJP അനുഭവമുള്ള ആളാണ്. പക്ഷേ ദേവനൊന്നും ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. കുറേ കാലം എൻ്റെ പറയാൻ നടന്നിട്ട് ഒരുപാട് സിനിമാക്കാർ വരാൻ തയ്യാറാണ്. പക്ഷേ ഇവർക്കൊക്കെ പേടി അവരുടെ സ്പേസിലേക്ക് നമ്മൾ വരുമോ. പക്ഷേ ഇങ്ങേർക്ക് ആ പേടിയില്ലെന്ന് തോന്നുന്നു.
ഞങ്ങൾക്ക് ആ പേടിയില്ലെന്ന്. പക്ഷേ നമ്മൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലല്ലോ. ശരി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി, എന്നെ വേണമെങ്കിൽ എന്നെ വിളിച്ചു, ഞാൻ വരും. ഇനി എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ ബാക്കിയുള്ള സ്വപ്നങ്ങൾ? സ്വപ്നം എന്ന് പറയാൻ കുറച്ച് എഴുതണമെന്നാണ് കിട്ടും. പിന്നെ സിനിമയിൽ കുറച്ച് നല്ല വേഷങ്ങൾ, വയസ്സായ വേഷങ്ങൾ, അടിയിടിയും ഫൈറ്റൊന്നുമില്ല, തന്തവേഷമോ ഒക്കെ വേഷങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പം തന്തയും തലയൊന്നും ഇല്ല സിനിമ, ഇപ്പോൾ ഒന്നുമില്ല, അതാണ് നമ്മളും ഇല്ല ഇപ്പം. പിന്നെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങളിലേക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ചില പോർട്ട്ഫോളിയോസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാം ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു ആഗ്രഹം. ഇത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുവാൻ മോഹം, നമ്മളിന് മോഹിച്ചുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല, നഷ്ടമില്ലല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. നമുക്ക് 1 മണിക്കൂറിലധികം സംസാരിക്കാൻ കഴിഞ്ഞു. നന്നായിരുന്നു. സന്തോഷം. അങ്ങനെ എന്നെ നമ്മൾ തമ്മിൽ നേരിട്ട് ആദ്യം കാണുവാണ്. അതെ അതെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.